യുടെ വരവിനായി പൊടിച്ചത് കോടികൾ. നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കളിക്കാരെ പിന്തുണയ്ക്കുന്നതിൽ ആ സ്നേഹം വളർന്നിട്ടില്ല. ചർച്ചയായി സന്ദേശ് ജിങ്കൻ്റെ വാക്കുകൾ. 100% അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മൾ ചിന്തിച്ചു, ഞാൻ ക്രിക്കറ്റ് കളിയിലൊക്കെ കാണുമ്പോൾ നമ്മൾ അധികം ക്രിക്കറ്റ് ലോകകപ്പൊക്കെ വരാറുണ്ട്. അന്നേരം നമ്മൾ ഇന്ത്യ ജയിച്ചാൽ മാത്രമേ ഈ കവലക്കടയൊക്കെ പോസ്റ്ററൊക്കെ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും കവലകളിൽ പോസ്റ്ററും പോട്ടെ മറ്റേ ഫ്ലക്സൊക്കെ അടിച്ചു വയ്ക്കും, ജയിച്ചാൽ മാത്രം. അതിനു മുമ്പ് ഒരു ആശംസയോ ഒന്നും ആരും എടുത്തു വയ്ക്കില്ല. പക്ഷേ ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ നിങ്ങൾ ഏത് കേരളത്തിൽ എവിടെ മൂലയ്ക്ക് നോക്കിയാലും, ഏത് കവലകൾ മൂലയ്ക്ക് നോക്കിയാലും ഒന്നുകിൽ അർജൻറ്റീനയുടെ, അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ, അല്ലെങ്കിൽ ബ്രസീൽ, അങ്ങനെ കുറേ ഇറ്റലി, അങ്ങനെ കുറേ സ്പെയിൻ, അങ്ങനെ കുറേ ഒരു ഫ്ലക്സ് അടിച്ചിട്ട് ഓരോരുത്തർ നമ്മുടെ നാട്ടുകാരൊക്കെ ഫോട്ടോ എടുത്ത് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുണ്ട്. ഏത് കവലകളിൽ ചെന്ന് നോക്കിയാൽ കാണാം. പക്ഷെ ആ സ്നേഹം നമ്മൾ എത്രയും പേര് അവരെ ഇഷ്ടപ്പെടണ്ടെന്ന് പറയില്ല. മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, നെയ്മർ, അവരൊന്നും ഇഷ്ടപ്പെടണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ അത്ര ആഘോഷത്തോടെ കൊണ്ടാടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാർ എന്തെങ്കിലും ഒരു ഫുട്ബോൾ ഇറങ്ങണം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഉള്ളി തട്ടി പറയാം, എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? പണ്ടെങ്ങാണ്ട് ബൂട്ടില്ലാതെ കളിക്കാൻ പഠിച്ചതെന്ന് പറയാം. പക്ഷെ ഇന്ന് ഒരുപാട് സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബൂട്ട് മേടിച്ച് തരാൻ, സ്പോൺസർ ചെയ്യാൻ വലിയ വ്യവസായ പ്രമുഖരൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ മുന്നിട്ട് ഇറങ്ങും. ഇത് അംബാനിയൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊക്കെ ആണെങ്കിൽ മുന്നിട്ടിറങ്ങി ഈ ഫുട്ബോളിന് ഷൂസൊക്കെ മേടിച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പലർക്കും ആ ഒരു സപ്പോർട്ട്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് അങ്ങനെ സപ്പോർട്ട് കൊടുക്കാത്തത്? അതിപ്പോഴും ഒരു ചർച്ചയാണ്. പലരും ഫ്ലെക്സ് കാണാറുണ്ട്. അത് ഭയങ്കര രീതിയിൽ ഫ്ലെക്സ്, നമ്മൾ ക്രിക്കറ്റ് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് പ്രത്യേകം ആരാധിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹം കൊണ്ടാണ്. ഞാനൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരു എൻ്റെ കാലശേഷത്തിന് മുമ്പ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഐശ്വര്യ മരിക്കുന്നതിന് മുമ്പ്, എങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ എന്നോട് ചോദിക്കുന്നതോടൊപ്പം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു പോവുക. നമ്മുടെയൊക്കെ അവസാനം ആകുമ്പോഴത്തേക്കെങ്കിലും ഇന്ത്യ ഒരു ഫുട്ബോളിൽ ലോകകപ്പിൽ കപ്പടിക്കണ്ട, അവിടെ ഒന്നും മത്സരിക്കാൻ ഇറങ്ങണം, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഒന്നും നടക്കുന്ന കാര്യമാണോ? എന്നാണ് മറ്റു ഫ്ലെക്സുകൾ തൂക്കുന്ന പോലെ നമ്മളും ഒരു ലോകകപ്പിൽ ഇന്ത്യക്ക് ആശംസ അറിയിച്ചുകൊണ്ട്? അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുക. നമുക്ക് ഭാവിയിൽ ഒരു ഇന്ത്യൻ ലോകകപ്പ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ, എങ്കിൽ പോലും ഒരു ഫുട്ബോൾ ലോകകപ്പ് ടൂർണമെൻറ്റ് മറ്റു രാജ്യങ്ങൾക്കൊപ്പം മത്സരിക്കുന്ന ഒരു ഇന്ത്യയെ നമുക്ക് വേണ്ടി ഇന്ത്യയെ നമുക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? ഇന്ത്യക്കാരെന്നല്ലേ നമ്മളൊരു ഫുട്ബോൾ രംഗത്തോടെ ഒരു കാലൊപ്പ് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ചരിത്രമാകും.